ഹായ് ഹലോ കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കോളിഫ്ലവർ ബജിയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നല്ല അല്പം വലിപ്പമുള്ള ഒരു കോളിഫ്ലവർ എടുത്ത് അതിൻ്റെ തോലും തണ്ടുമൊക്കെ നീക്കം ചെയ്തിട്ട് നന്നായി അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്ത കോളിഫ്ലവറിൽ കുറച്ച് ഉപ്പ് ചേർത്ത് അതിനെ മറ്റൊരു പാത്രത്തിലേക്കിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിക്കണം. വേവിച്ച ശേഷം ഊറ്റി മാറ്റി വയ്ക്കണം. പിന്നീട് ഒരു ബൗളിലേക്ക് അല്പം വലിയ ഒരു സ്പൂണിൽ 2 സ്പൂൺ കടലമാവ് എടുക്കണം. അതിനുശേഷം 1 സ്പൂൺ മൈദമാവ് എടുക്കണം. ചെറിയ സ്പൂണിന് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂണോളം കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിനെ കട്ട കെട്ടാതെ ഇളക്കി എടുക്കണം. ഇത് കട്ട കെട്ടാതെ കുറേശ്ശെ വെള്ളമൊഴിച്ച് ഇളക്കി എടുക്കണം. ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ അതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ കോളിഫ്ലവർ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് 2 സൈഡും അപ്പുറവും ഇപ്പുറമൊക്കെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല മുരുമുരാന്ന് ഫ്രൈ ചെയ്ത് കോരണം. കോളിഫ്ലവർ ഇങ്ങനെ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പൂവിൽ വല്ല പുഴുക്കളമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ആ വെള്ളം മാറ്റി വൃത്തിയായിട്ട് നോക്കിയെടുത്ത് വൃത്തിയാക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ മാവിൽ മുക്കി കോളിഫ്ലവർ പൊരിച്ചെടുക്കുന്നത്. ഇതെല്ലാം നന്നായി പൊരിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ വറുത്തെടുക്കണം. കറിവേപ്പില നമുക്ക് ഇതിലെ ഒന്ന് ഗാർണിഷ് ചെയ്യാനാണ് വറുത്തെടുക്കുന്നത്. വറുത്ത കരിവേപ്പില കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും അതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് ഈ കറിവേപ്പില നമ്മൾ വറുത്ത് കോരുന്നത്. ഈ പൂവ് നന്നായി വേവിച്ചിട്ടാണ് നമ്മൾ മാവിൽ മുക്കി വറുത്തത്. അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഉള്ളിൽ വെന്തിരിക്കുകയാണ്. അത്യാവശ്യം ക്രിസ്പി ആയിട്ടും ഇരിക്കുകയാണ്. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നമുക്കിത് ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാം. ഇത് നല്ല ഒരു പലഹാരമാണ്. എല്ലാവരും തയ്യാറാക്കണേ.